മാർഗദർശക മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിൽ ധർമ്മ സന്ദേശ യാത്ര സംഘടിപ്പിച്ചു. സ്റ്റേഡിയം കോർണറിൽ നടന്ന പരിപാടിയിൽ മാർഗദർശക മണ്ഡലം അധ്യക്ഷൻ സ്വാമി ധർമ്മ ചിദാനന്ദപുരി ധർമ്മ സന്ദേശം നൽകി. പരിപാടിയിൽ ജില്ലയിലെ വിവിധ സന്യാസി ശ്രേഷ്ഠന്മാർ പങ്കെടുത്തു. സ്വാമി അമൃതകൃപാനന്ദപുരി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സ്വാഗത സംഘം ജനറൽ കൺവീനർ സംപൂജ്യ ബ്രഹ്മചാര്യ ബ്രഹ്മചൈതന്യ സ്വാഗതം പറഞ്ഞു. സുമ വർമ്മ ഈശ്വര പ്രാർത്ഥന ആലപിച്ചു. ദർശയതാം സദാ സൗമ്യാം പ്രകൃതി ദർശയതാം സദാ സൗമ്യാം പ്രകൃതി ശ്രേയോ ഭൂയാത് സകല സ്വാമി ആധ്യാത്മാനന്ദ സരസ്വതി ആമുഖ പ്രഭാഷണം നടത്തി. സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥപാദൻ അനുഗ്രഹ ഭാഷണം നടത്തി. ജില്ലയിലെ വിവിധ സാമ്പ്രദായിക സന്യാസിമാരും ആത്മീയ താന്ത്രിക ജ്യോതിഷ ക്ഷേത്ര വൈദിക ആചാര്യന്മാരും പങ്കെടുത്തു. ധർമ്മ സന്ദേശ യാത്രയുടെ മുഖ്യ സന്ദേശം കുടുംബങ്ങളിൽ ധർമ്മദീപങ്ങൾ ജ്വലിക്കപ്പെടണം എന്നുള്ളതാണ്. ഓരോ കുട്ടിയിലേക്കും ധർമ്മ പാഠങ്ങൾ അവർക്ക് രുചിക്കും വിധം പകർന്നു കൊടുക്കാൻ ഉത്സാഹിച്ചാൽ എല്ലാ കുടുംബങ്ങളും ധർമ്മദീപങ്ങളെ കൊണ്ട് ജ്വലിക്കുന്ന അവസ്ഥയുണ്ടാവും. ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം എന്ന ഒരു പഴഞ്ചൊല്ല് അതൊരു തെറ്റായ തിരക്കഥാവാക്യമാണ്. അത് തിരുത്താൻ നമുക്ക് സാധിക്കണം. ഉണ്ണിയെ കാണുമ്പോൾ കുടുംബത്തിന്റെ പ്രൗഢി, കുടുംബത്തിന്റെ ധാർമ്മിക നിഷ്ഠ, ആചാര സമ്പ്രദായം ഇത് വ്യക്തമാകുന്ന ഒരു അവസ്ഥ ഭാവിയിൽ ഉണ്ടാവേണ്ടതുണ്ട്. കൗസല്യ മാതാവ് യാത്രാനുമതി ചോദിച്ച് നമിച്ച ഉണ്ണിയെ യാതൊരു ധർമ്മം നീ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചുവോ അത് നിന്നെ രക്ഷിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു. ഇതുപോലെ നമുക്ക് നമ്മുടെ കുട്ടികളോട് പറയാൻ സാധിക്കുമോ? കാരണം അവർ ധർമ്മപാലനത്തിന് മാതൃക കണ്ടു വളരുന്നവരാണോ? അവർ ധർമ്മപാലനത്തെ ചെയ്യുന്നവരാണോ? ഈ സ്ഥിതി പരിഹരിക്കണം. മംഗലാപുരത്തെ ഗോകർനാഥ ക്ഷേത്രത്തിൽ നിന്ന് ദീപം തെളിയിച്ചുകൊണ്ടാണ് ധർമ്മരഥ പര്യടനം ആരംഭിച്ചത്. കാസർഗോഡ് നിന്നും തുടങ്ങി 21-ാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കുന്ന രീതിയിലാണ് യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ സമൂഹത്തിലെ മയക്കുമരുന്നിന്റെ സ്വാധീനം, ധാർമ്മിക അവബോധക്കുറവ്, ആത്മഹത്യാ പ്രവണത, കുടുംബചിത്രത എന്നിവ തുടങ്ങി വിവിധ പ്രശ്നങ്ങളെക്കുറിച്ച് സന്യാസിമാർ സംബന്ധിക്കും. കേരളത്തിൽ ആദ്യമായാണ് ഇത്തരം ഒരു സന്യാസി യാത്ര നടത്തുന്നത്. കേരളത്തിൽ നിന്നുള്ള സന്യാസി ശ്രേഷ്ഠന്മാർക്ക് പുറമെ ഉടുപ്പി, ദക്ഷിണ കന്നഡ തുടങ്ങിയ വിവിധ ക്ഷേത്രങ്ങളിലെ മുഖ്യാസ്ഥന്മാർ, ജനപ്രതിനിധികൾ, ആധ്യാത്മിക ആചാര്യന്മാർ എന്നിവരും യാത്രയിൽ അണിചേരും. കേരളം കേരള തനിമയിലേക്ക് എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചാണ് യാത്ര. നൂറുകണക്കിന് വാഹനങ്ങൾ യാത്രയ്ക്ക് അകമ്പടി സേവിക്കും. എല്ലാ ജില്ലകളിലും യാത്രയ്ക്ക് സ്വീകരണം നൽകും. വിരാട ഹിന്ദു സമ്മേളനങ്ങളും ഉണ്ടാകും. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.